ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ തമ്മിൽ കണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹോർലിക്സ് ആണ്. എനിക്കിത് ഉണ്ടാക്കുന്ന സമയത്തൊരു സംശയം ഉണ്ടായിരുന്നു, നമ്മൾ എത്രയൊക്കെ നമ്മൾ ഇതാക്കിയിട്ടുണ്ടാക്കി കഴിഞ്ഞാലും ആ ഒരു നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു ഹോർലിക്സിൻ്റെ ആ ഒരു ടേസ്റ്റിലേക്ക് വരുമോ എന്നുള്ളത്. പക്ഷേ ശരിക്കും ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഹോർലിക്സിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളെല്ലാവരും, കാരണം പുറത്തുനിന്നൊക്കെ ഹോർലിക്സ് വാങ്ങി കുട്ടികൾക്ക് കൊടുക്കാൻ പേടിയുള്ള പേരൻസ് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത പേരൻസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഹോർലിക്സ് വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അക്കു ഇടയ്ക്കിടയ്ക്ക് മൂളുന്നൊരു ശബ്ദം കേൾക്കൂട്ടോ. ഇതൊക്കെ എന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി പുള്ളിക്കാരൻ സമ്മതിക്കുന്നേ ഇല്ല. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. എങ്ങനെയുണ്ട് അഭിപ്രായം, എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഇതേപോലെ ഹോം മെയ്ഡ് ഹോർലിക്സ് ഉണ്ടാക്കാൻ പഠിക്കട്ടെ. അപ്പോൾ നമുക്ക് കാണാം. ഒരു കപ്പ് ഗോതമ്പ് ഞാൻ ഒരു 6 hours വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. ആ കുതിർത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ നനഞ്ഞ ഒരു തുണിയിലേക്ക് ഞാൻ ഇതേപോലെ ആക്കി വെച്ചിട്ട് ഇതിൽ കാണുന്ന പോലെ നമ്മൾ കെട്ടിവെക്കാം. ഇതേപോലെ നമ്മൾ ഒരു 48 hours നമ്മൾ ഇതേപോലെ കെട്ടിവെച്ചിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ ആക്കി വയ്ക്കുക. 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ മുള വന്ന് തുടങ്ങും. അങ്ങനെ മുള വന്നു കഴിഞ്ഞാൽ നമുക്കിത് അഴിച്ചിട്ട് കണ്ടോ, ഇതിലൊരുവിധം എല്ലാത്തിനും മുള വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പാന് ഞാൻ ചൂടാകാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചു. ഇത് പാൻ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ മുള വന്ന ഗോതമ്പ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ഭാഗവും അതിൽ കിടന്ന് നല്ല ഒരു എന്താ പറയുക, നല്ലൊരു റോസ്റ്റ് ഫോമായിട്ട് വരണം. അതിൻ്റെ നനവ് നമ്മൾ ഇത്രയും സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചായിരുന്നല്ലോ. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പൗഡർ ഫോമിലാക്കിയിട്ടാണ് നമുക്കിത് എടുക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷമേ നമുക്കങ്ങനെ പൗഡർ ഫോമിലേക്ക് ആക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നന്നാക്കിയിട്ട് ചൂടാക്കുക. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള റോസ്റ്റഡ് ഫോമിലായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കണ്ടോ. ഇനി നമുക്ക് എന്താ ആവശ്യമെന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണ്ട നട്ട്സൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുക വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് പിസ്ത റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് വരുന്ന രീതിയിൽ റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ആ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 കപ്പ് ആൽമണ്ടാണ്. അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം അതിൻ്റെ കളറും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുമ്പം നമ്മളൊരു കപ്പ് കാഷ്യൂവും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മൂന്ന് നട്ട്സുമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, എത്രത്തോളം ഇത് സക്സസ്ഫുൾ ആവും എന്നുള്ളത്. കാരണം എത്രയൊക്കെ ആയാലും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പം നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു ഹോർലിക്സിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അതിന് ശേഷം ഈ ഗോതമ്പും നട്ട്സും എല്ലാം കൂടെ നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു. അത് ഇതേപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്തു. അതാണ് ഈ മിക്സ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഹോർലിക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനിത് ഇതേപോലെ നല്ല ടൈറ്റായിട്ടുള്ള ഒരു ജാറിൻ്റെ അകത്തേക്ക് മാറ്റി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഷുഗർ പൗഡർ ഫോമിലാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ മിക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഷുഗർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
പുറത്തുനിന്ന് ഹോർലിക്സ് വാങ്ങി കൊടുക്കാൻ ഇഷ്ടമില്ലാത്ത പാരൻസിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ.